Last video നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് വേരിയൻസ് ഓഫ് ടു നോർമൽ പോപ്പുലേഷൻ്റെ ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് പോപ്പുലേഷൻ ഉണ്ട്, അതിൻ്റെ ആ രണ്ട് പോപ്പുലേഷൻ്റെ വേരിയൻസ് ഈക്വൽ ആണോന്ന്. നമ്മൾ ഏകദേശം ഇത് എന്താ ഫാമിംഗ് കേസിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. രണ്ട് ഏരിയാസ് കൺസിഡർ ചെയ്യുക. ആ രണ്ട് ഏരിയയിലും കൾട്ടിവേറ്റ് ആവുന്ന ക്രോപ്സിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതെല്ലാം ഒരേപോലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവാം. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടു sample of size 10 and 14 from the two normal population are 3.5 and 3 respectively. Examine whether the standard deviation of the populations are likely to be equal. ഈ രണ്ട് പോപ്പുലേഷൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? സിഗ്മ 1. രണ്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതും? സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2. വേരിയൻസ് ആണെങ്കിൽ സ്ക്വയർ ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. അടുത്ത എന്തോരും? സിഗ്മ 1 ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുള്ളൂ, ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചോദിക്കാത്തതുകൊണ്ട് നോട്ട് ഈക്വൽ ടു ഇടാം. സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? രണ്ട് പോപ്പുലേഷൻ വരുവാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. എഫ് ഈക്വൽ ടു n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1 ഫോളോസ് f n1 minus 1 into minus 1 degrees of freedom. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വലിയതിനെയാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക, ചെറുതിനെ ഡിനോമിനേറ്ററിൽ ഇടും. അതുകൊണ്ട് n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1ഉം രണ്ട് സെപ്പറേറ്റ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ട് സാമ്പിൾ സൈസ് 2 സാമ്പിൾ തന്നിട്ടുണ്ട്. സാമ്പിളിൻ്റെ സൈസ് എത്ര? ആദ്യത്തേൽ 10 പേരാണുള്ളത്, രണ്ടാമത്തേൽ n2ൽ എത്ര? 14 പേര്. രണ്ടുപേരെ പോപ്പുലേഷൻ തന്നിട്ടുണ്ടല്ലോ. നോർമൽ പോപ്പുലേഷൻ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദീസ് ടു പോപ്പുലേഷൻ ആർ എന്തോരും? 3.5 ആൻഡ് s2 എന്താ? 3 റെസ്പെക്റ്റീവ്ലി. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3ഉം സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ 3.5ഉം സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ 3ഉം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ഒന്ന് നോട്ടീസ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1. അപ്പോൾ എന്തോരും? n1 എന്ന 10 ഇൻറ്റു s1 സ്ക്വയർ 3.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 മൈനസ് 1 9 വന്നു. അടുത്തത് ഇതപ്പോൾ ഒന്ന് സോൾവ് ചെയ്യുക. 10 ഇൻറ്റു ഏകദേശം 13.61 കിട്ടും. നെക്സ്റ്റ് വൺ n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1. അപ്പോൾ എന്ത് വരും? n2 എന്ന് പറയുന്നത് 14 ഇൻറ്റു 3 സ്ക്വയർ ഡിവൈഡ് ബൈ 30. ന്യൂമറേറ്റർ ഇവിടെ ആണ് ഏതായാലും കൂടുതൽ, അതപ്പോൾ ഓൾവേസ് ഇത് ഓൾമോസ്റ്റ് 9.69. സോറി, ഡിനോമിനേറ്റർ ഇവിടെ ആണ് കൂടുതൽ, അപ്പോൾ ഇവിടെ ഇതായിരിക്കും കൂട്ടത്തിൽ ചെറിയ നമ്പർ വരിക. അപ്പോൾ ഏത് എഫ് എന്ത് വരും? എന്ത് ഇക്വേഷൻ വരും? n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1 ഫോളോസ് f ഓഫ് n1 മൈനസ് 1 n2 മൈനസ് 1. ഇത് നമ്മൾ ടേബിൾ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എഫ് ടേബിൾ ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 മൈനസ് 1 ആൻഡ് n2 മൈനസ് 1. എഫ് വാല്യൂ എന്ത് വരും? n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 13.61 ഡിവൈഡ് ബൈ 9.69. ഫോളോ ചെയ്യുന്ന എഫ് ഓഫ് n1 മൈനസ് 1 എങ്ങനെ എഴുതാം? n1 എത്ര? 10 9. അപ്പോൾ n1 മൈനസ് 1 9 വരും. n2 മൈനസ് 1 n2 14 ആണ്. n2 മൈനസ് 1 എന്ത് വരും? 13 വരും. ദെൻ എഫ് വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 13.61 ബൈ 9.69 ഏകദേശം 1 സംതിങ് ആണ് വരിക, 1.4 സംതിങ് വരും. കാൽക്കുലേറ്റർ വാല്യൂ കിട്ടി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഏത് ടേബിളിൽ നിന്ന് എടുക്കണം? ഇത് ഫോളോ ചെയ്യുന്ന എഫ് ടേബിൾ ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ എഫിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എഫ് ടേബിൾ, എഫ് സ്റ്റാറ്റിസ്റ്റിക് ആയതുകൊണ്ട് എഫ് ടേബിൾ ഫോർ. ആൽഫ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്തെടുക്കാം? 0.05. ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? എഫ് ടേബിളിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ്. എഫ് ടേബിളിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? n1 എന്തായിരുന്നു? നമ്മുടെ n1 10 ആയിരുന്നു അല്ലേ? n1 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9ഉം n2 14 13ഉം ആണ് നമുക്ക് വരിക.
അപ്പോൾ നമുക്ക് 9ഉം 13 n1 ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇൻറ്റു താഴോട്ടേക്ക് എടുക്കുക. ഓക്കെ, 9ഉം 13 കമ്പൈൻ ചെയ്യുക. 9 ഇവിടെ, 13 ഇവിടെ. രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2.72 അല്ലേ, 2.72. ഇതാണ് നമ്മുടെ രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ എഫ് ടേബിൾ വാല്യൂ എന്തോരും, ഫ്രം എഫ് ടേബിൾ നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രം എഫ് ടേബിൾ for alpha 0.05, f 9 13 എന്ത് വന്നു, 2.72 ആണ് വന്നത്. കാൽക്കുലേറ്റഡ് വാല്യൂ എന്തായിരുന്നു, 1.4. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂയും ടേബിൾ വാല്യൂടെ കമ്പയർ ചെയ്യുക. എല്ലായിടത്തും ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റഡ് സെയിം പാറ്റേൺ തന്നെയാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ greater than the table value, then we reject H0. Here calculated value is less than the table value, hence we accept H0 അല്ലേ, hence we accept H0. Reason എഴുതണം, calculated value 1.4 less than the table value 2.72, therefore we accept H0. That means standard deviations are equal. അതും കൺക്ലൂഡ് ചെയ്യുന്നത്, that is the standard deviations are equal. കൺക്ലൂഷൻ മസ്റ്റ് ആണ്. അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഒക്കെ എഴുതുന്നതിന് നമുക്ക് മാർക്സ് ഉണ്ടാവും. സോ കൺക്ലൂഷൻ ഒരിക്കലും മിസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, sample of sizes 10 and 18 taken from two normal population given S1 equal to 14 and S2 equal to 20. Test whether the hypothesis that the sample have come from population with the same standard deviation. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് പ്രോബ്ലം. ഇനിയും ആകെപ്പാടെ നമുക്ക് ഇതിനകത്തൊരു ഡിഫറൻസ് വരാനുള്ളത്, ചിലപ്പോൾ നമുക്ക് 2 സാമ്പിളും തന്നേക്കും. ആ സാമ്പിളിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് S1ഉം S2ഉം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സാമ്പിൾ 1ഉം സാമ്പിൾ 2ഉം തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടേബിൾ വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് നമുക്ക് സോൾവ് ചെയ്ത് പോവാം. H0 എന്തായിരിക്കും വരിക, H0 ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് പറഞ്ഞേക്കുന്നുണ്ട്, σ1 ഈക്വൽ ടു σ2. H1 ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊന്നും പറയാത്തതുകൊണ്ട് σ1 നോട്ട് ഈക്വൽ ടു σ2 എഴുതാം. നമുക്ക് എന്തൊക്കെ ഗിവൺ ആണ്, n1 ഉണ്ട്, n2 ഉണ്ട്, S1 ഉണ്ട്, S2 ഉണ്ട്. n1 എന്താ, n1 ആദ്യത്തെ സെറ്റിന് 10ഉം അടുത്തത് 18ഉം. S1 എന്താ 14ഉം അടുത്തത് 20. എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പാറ്റേൺ എഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്നാലും ഞാൻ ആദ്യം n1 S1 സ്ക്വയർ ബൈ n1 മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. n1 S1 സ്ക്വയർ 10 ഇൻറ്റു 14 S1 അല്ലേ നമുക്ക് തന്നേക്കുന്നത്, അപ്പോൾ 14 സ്ക്വയർ എടുക്കണമല്ലോ. അതോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണോ വേരിയൻസ് എന്നാണോ പറഞ്ഞേക്കുന്നത്, given that S1 ഓക്കെ, അപ്പോൾ സ്ക്വയർ എടുത്താൽ പറ്റുള്ളൂ കേട്ടോ. വേരിയൻസ് എന്നാണെങ്കിൽ അത് ശ്രദ്ധിച്ചോണം, വേരിയൻസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ സ്ക്വയർ എടുക്കരുത്. ദിസ് ഇസ് ഈക്വൽ ടു 217.78. നിങ്ങളോട് ഒന്ന് ചെയ്ത് നോക്കുക കാൽക്കുലേഷൻസ്. ദെൻ അടുത്തത് എന്താണ്, n2 S2 സ്ക്വയർ ബൈ n2 മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. അതെനിക്ക് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്ന 423.53 ആണ്. ജസ്റ്റ് നോക്കി ഇവിടെ നോക്കിയാൽ അപ്പോൾ ഡിനോമിനേറ്റർ n2 S2 സ്ക്വയർ ബൈ n2 മൈനസ് 1 ആണ് കൂട്ടത്തിൽ ഗ്രേറ്റർ വന്നേക്കുന്നത്. അപ്പം എഫിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞ്, ഗ്രേറ്റർ വരുന്ന വാല്യൂ മുകളിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ n2 S2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1 ആണ് കൂട്ടത്തിൽ ഗ്രേറ്റർ, അത് ന്യൂമറേറ്ററിൽ പോകണം. n1 S1 സ്ക്വയർ ബൈ n1 മൈനസ് 1 എന്ന് പറയുന്നത് കൂട്ടത്തിൽ സ്മോളസ്റ്റ് ആൻഡ് ഡിനോമിനേറ്ററിലും പോകും. ദിസ് ഫോളോസ് എഫ് ഓഫ് n2 മൈനസ് 1 n1 മൈനസ് 1. ന്യൂമറേറ്ററിലുള്ളത് ആദ്യം എഴുതുക. ന്യൂമറേറ്ററിലുള്ള n എന്താണോ അതാണ് ആദ്യത്തെ നമ്മുടെ എന്ത് വരുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഓക്കെ, അപ്പോൾ ഇതെന്ത് വന്നു, 423.53 ഡിവൈഡ് ബൈ 217.78. എന്താണോ ന്യൂമറേറ്ററിൽ വരുന്ന n1 അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൽ വന്നേക്കുന്ന 423 അല്ലെങ്കിൽ ഇവിടെ എടുത്തേക്കുന്ന n1, അതായത് 13 ആണ് നമ്മുടെ 17 ആണ് നമ്മുടെ 17 9 ആണ് വരിക നമ്മുടെ എന്ത്
degrees of freedom. Then ഇത് almost 1.945 ആണ് വരിക. 1.945 കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ എഫ് ടേബിൾ എടുക്കുക. എഫ് ടേബിൾ നമുക്ക് വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കണം? 0.05. നമ്മൾ 0.05 ആണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് കേസ് 0.1% അവൈലബിൾ ആണ് നമുക്കപ്പം അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ 1% ഇട്ടിട്ടില്ല, അപ്പോൾ നോക്കുക. 1% ടേബിൾ വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ അതുകൂടെ നോക്കി വെച്ച് ഓക്കെ നമുക്ക് സോൾവ് ആക്കാം. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ടത് 17ഉം 9ഉം തമ്മിൽ 17ഉം 9ഉം തമ്മിൽ എന്നുള്ളത് നമുക്ക് 17 അല്ലേ ഫൈൻഡ് ഔട്ട് n1 ആയിട്ട് എടുക്കേണ്ട എന്താണ്? ആദ്യം ന്യൂമറേറ്ററിൽ എന്താണ് വന്നിരിക്കുന്നത് അതിനെ എടുക്കുക. അതാണ് 17. അടുത്തെടുക്കേണ്ട 9. അപ്പോൾ 17 ഇവിടെ ന്യൂമറേറ്ററിൽ ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ n1ന്റെ കേസിൽ ഇല്ലാത്തത് കൊണ്ട് 17 നിയറസ്റ്റ് വരുന്ന വാല്യൂ 20 ഞാൻ കൺസിഡർ ചെയ്യുന്നു. അടുത്ത ഏതാ? 9. 9 ഏതായാലും ഉണ്ട്, അത് നമുക്ക് എടുക്കാം. എല്ലാ വാല്യൂസും ടേബിളിനകത്ത് ഉണ്ടാകണമെന്നില്ല. പ്രിസൈസ് ആയിട്ടുള്ള ടേബിൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കുള്ള വാല്യൂസ് ഇല്ലെങ്കിൽ അതിന് നിയറസ്റ്റ് വരുന്ന വാല്യൂ എടുത്തോളുക. അപ്പോൾ വാല്യൂ എന്ത് വന്നു? 17ഉം 9ഉം അല്ലെങ്കിൽ 17 ഇല്ലാത്തതുകൊണ്ട് 20 എടുത്തു. 2.93. ദെൻ നമ്മുടെ കാൽക്കുലേറ്റർ വാല്യൂ അപ്പോൾ എന്താണ്? കാൽക്കുലേറ്റർ വാല്യൂ എന്ന് പറയുന്നത് 2.93. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റർ വാല്യൂ ഇതിലൂടെ നമുക്ക് കമ്പാരിസൺ നടത്താം. ഫ്രം എഫ് ടേബിൾ ആൽഫ 0.05 എഫ് 17,9 ഈക്വൽ ടു എന്തായിരുന്നു കിട്ടിയ? 2.93. ഹിയർ കൺക്ലൂഡ് ചെയ്യാം. Here calculator value is less than the table value, hence we accept it not. That means standard deviations are equal. Okay. ഇതാണ് അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് പ്രോബ്ലംസ് വരിക, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഓഫ് വേരിയൻസ് പ്രോബ്ലംസ് വരിക. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് ആണ്. കുറച്ച് നോൺ പാരാമെട്രിക് ടെസ്റ്റോടെ നമുക്ക് പെൻഡിങ് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ലാസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കുക. ഈ ടെസ്റ്റിങ്ങുകളൊക്കെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റണം. എപ്പോഴാണ് ഈ എഫ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ടി യൂസ് ചെയ്യേണ്ടതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ശ്രമിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.